എൻ്റെ ഒരു പ്രതികരണമുണ്ട്. ചില ഒന്നാമത് കാര്യം ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കുമ്പോൾ ഞാൻ എവിടെയും RSSനെ ഒരു തീവ്രവാദി സംഘടനയെന്നോ അല്ലെങ്കിൽ RSS നിരോധിക്കപ്പെടേണ്ട ഒരു സംഘടനയാണെന്നോ പറഞ്ഞിട്ടില്ല. മാത്രമല്ല RSS ഈ കാര്യത്തിൽ എൻ്റെ ഒരു വിഷയമേ അല്ല. എൻ്റെ വിഷയം കേരളത്തിൽ RSS വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് ആ പാർട്ടി മന്ത്രിസഭയുടെ കീഴിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻസിറ്റീവ് പോസ്റ്റിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ പാർട്ടി ഏത് രാഷ്ട്രീയത്തിനെതിരായിട്ടാണോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചേരിയിലെ ഒരു പ്രധാനപ്പെട്ട ആളുമായി നടത്തുന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് പാർട്ടി വിശദീകരിക്കേണ്ടതുണ്ട്, മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ഞാൻ RSSൻ്റെ വിശദീകരണം ആവശ്യപ്പെടുന്നില്ല. RSSനെ ഏതെങ്കിലും തരത്തിലൊരു മോശപ്പെട്ട സംഘടനയായിട്ട് ഞാൻ കാണുന്നുമില്ല. RSS 2 തവണയാണ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഇന്ത്യയുടെ ചരിത്രമാണ്. ഒന്ന് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടപ്പോഴാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് നമ്മളെല്ലാം വിശേഷിപ്പിക്കുന്ന മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ അതിൻ്റെ പേരിൽ ആരോപണ വിധേയമായി സർദാർ വല്ലഭായ് പട്ടേൽ നിരോധിച്ച സംഘടനയാണ് RSS. ഒന്ന്. രണ്ടാമതൊരിക്കൽ കൂടി RSS ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ത്യയുടെ മതേതരത്വത്തെ തകർത്ത ബാബറി മസ്ജിദിന് എന്ന് പറയുന്ന പള്ളി തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ടാണ്. ഇത് രണ്ടും ചരിത്രമാണ്. മൂന്നാമത്തെ കാര്യം അത് അടിയന്തരാവസ്ഥക്കാലത്ത് അത് അന്ന് ആ സമയത്ത് അതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. പക്ഷേ ഈ രണ്ട് സന്ദർഭങ്ങളിലും അത് ആ രീതിയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണ്. പിന്നെ RSSൻ്റെ നേതാവുമായി 2023 മെയ്യിൽ കൂടിക്കാഴ്ച നടത്തുന്നു. 2024 ഏപ്രിലാണ് പൂരം നടക്കുന്നത്. അത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോഴത്തേക്കും അതൊക്കെ അന്നേ പ്ലാൻ ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ RSSനെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതേയില്ല. കാരണം 1925 RSS രൂപീകരിച്ചിട്ട് 2025 ആകുമ്പോൾ 100 വർഷമാകുകയാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമായും ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രസ്ഥാനമായും തുടർച്ചയായി മൂന്നാമതൊരു സർക്കാർ നെഹ്റുവിന് ശേഷം ഉണ്ടാക്കിയതും BJP ആണെന്നുള്ളത് വളരെ ഫോർവേഡായിട്ട് RSS പ്ലാൻ ചെയ്യുന്നൊരു പ്രസ്ഥാനമാണ്. RSS ഒരിക്കലും RSSൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വന്ന് വിളിച്ചു പറഞ്ഞിട്ട് ആസൂത്രണം ചെയ്യുന്നൊരു പ്രസ്ഥാനമല്ല. അത് അതിൻ്റേതായ അജണ്ട അനുസരിച്ച് വളരെ കൃത്യമായ ചുവടുവെപ്പുകൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഒരു വർഷം മുമ്പ് നടന്ന ഈ ഒസബിളയായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇതൊക്കെ ചർച്ചയായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ RSSനെ ഞാൻ അക്കാര്യത്തിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തില്ല. ഇപ്പം RSS പൂരം കലക്കിയെന്നുള്ളത് അങ്ങയുടെ വാദം മാത്രമാണ്. കാരണം RSS പൂരം കലക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രോത്സവം തകിടം മറിച്ചുകൊണ്ട് വോട്ട് വർദ്ധിപ്പിക്കുക, അങ്ങനെ ഒരു നീക്കത്തിലേക്ക് RSS പോകുമെന്നുള്ളത് ഒരു കുബുദ്ധിയായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല ഇവിടെ അങ്ങ് പറഞ്ഞല്ലോ, മറ്റേ CPIM ഭരിക്കുന്ന സർക്കാരുള്ളപ്പോൾ CPIMന്റെ വർഗ്ഗശത്രു ഒരു ഉദ്യോഗസ്ഥന്റെയും വർഗ്ഗശത്രു ആകണമെന്നുള്ളത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സർവീസ് ചട്ടത്തിലും പറഞ്ഞിട്ടില്ല. ADGP ആയി IPS ഓഫീസറായി റാങ്കിൽ കയറി വന്ന് ADGP ആയാളാണ് MR അജിത് കുമാർ. അല്ലാതെ MR അജിത് കുമാർ SFIയിലൂടെ വളർന്നു വന്ന അല്ലെങ്കിൽ പാർട്ടി കേഡറിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തിയല്ല. അയാൾക്ക് അയാളുടേതായ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകും. ആ ഇഷ്ടാനിഷ്ടങ്ങളാണ് ഈ ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകളായാലും അതിൽ അദ്ദേഹം കൃത്യമായ ആ മറുപടി കൊടുത്തിട്ടുമുണ്ടല്ലോ മുഖ്യമന്ത്രിക്ക്. ഇപ്പോഴും അങ്ങ് പറയുന്നു CPIMന്റെ ഭരിക്കുന്ന പാർട്ടിയുടെ വർഗ്ഗശത്രു ആയതുകൊണ്ട് RSSന്റെ ഒരു നേതാവിനെ കാണാൻ പോകുന്നത് വലിയ തെറ്റാണെന്നുള്ള മട്ടിൽ തന്നെയാണ് അങ്ങയുടെ വാചകം വരുന്നത്. അതിലാണ് എൻ്റെ വിയോജിപ്പ്. അവിടെയാണ് പ്രശ്നം. അതാണ് മനസ്സിലാക്കലിൻ്റെ ഒരു പ്രശ്നം. അതായത് ഈ ADGP അജിത് കുമാർ DYFയിലൂടെ SFIയിലൂടെ വളർന്നു വന്ന് ADGP ആകണമെന്നല്ല എൻ്റെ വാദം. ഓരോ സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ ആ സർക്കാരുമായി ബന്ധപ്പെട്ട വിശ്വസ്തരായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ അവർ വെക്കുക. കാരണം ആ ഒരു സർക്കാർ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സർക്കാരാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനം വിശ്വസിക്കുന്ന നയപരിപാടികളാണ് ആ സർക്കാർ നടപ്പാക്കുക. ആ നയപരിപാടികൾക്കൊരു രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നരേന്ദ്രമോദി എടുക്കൂ. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ നരേന്ദ്രമോദിയുടെ ഓഫീസ് PMO പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് അവിടെ ആരാണ് സുജയ ഏറ്റവും പ്രധാനമായിട്ടുമുള്ള കേഡേഴ്സ് എന്നറിയാവോ? ഗുജറാത്ത് കേഡേഴ്സിലുള്ള IAS ഓഫീസർമാരെയാണ് നരേന്ദ്രമോദി വെച്ചത്. നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്തമായ എല്ലാ പോസ്റ്റുകളിലും നരേന്ദ്രമോദി വെച്ചിരിക്കുന്നത് ഗുജറാത്ത്. അത് PK മിശ്ര മുതൽ ഇങ്ങോട്ട് സതീഷ് ചന്ദ്ര ഝാ വരെയുള്ള OSD വരെയുള്ള 18 കേഡർമാരുണ്ട്, IAS കേഡർമാരുണ്ട് കേന്ദ്രത്തിൽ വർക്ക് ചെയ്യുന്നത്. അതിൽ 14 പേരും PMOയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അതെന്താ? നമുക്ക് ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്ത് ഗുജറാത്ത് മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളില്ലേ, 29 സംസ്ഥാനങ്ങളില്ലേ? ആ സംസ്ഥാനങ്ങളിലൊക്കെ IAS കേഡേഴ്സ് ഉണ്ടല്ലോ. അവരൊക്കെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഗുജറാത്ത് കേന്ദ്രീകരിച്ച് ഗുജറാത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഞാൻ പറയുന്നത് പിണറായി വിജയനുണ്ട്, അതങ്ങ് മനസ്സിലാക്കണം. അങ്ങേക്കില്ലെങ്കിലും ADGP MR അജിത് കുമാർ കഴിഞ്ഞ വർഷം RSSന്റെ സർക്കാരുവാഹുമായി കൂടിക്കാഴ്ച നടത്തിയ MR അജിത് കുമാറിൽ പിണറായി വിജയന് വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ 2023 മെയ് മുതൽ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ഇന്നത്തെ ദിവസം സെപ്റ്റംബർ മാസം 7-ാം തീയതി 2024 സെപ്റ്റംബർ 7 വരെ ADGP ലോ ആൻഡ് ഓർഡറായി MR അജിത് കുമാർ അതേ കീ പോസ്റ്റിൽ തുടരുകയാണ്. ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട് കിട്ടാഞ്ഞിട്ടല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാഞ്ഞിട്ടല്ല, അതേ പോസ്റ്റിൽ അദ്ദേഹത്തെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതേ കോൺഫിഡൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് കേഡർ ഓഫീസർമാരിലുള്ള അതേ കോൺഫിഡൻസ്, അതേ ലോയൽറ്റി ഇവിടെ കീപ്പ് ചെയ്യുന്ന ആളാണ് MR അജിത് കുമാർ എന്നുള്ളതാണ് ഇവിടുത്തെ ഫാക്ട്. അല്ല, അതേ ഉള്ളൂ കാര്യം. ഒറ്റ കാര്യമുള്ളൂ കേട്ടോ. ഒരു കാര്യം കൂടി,
അതിനെനിക്ക് തർക്കമില്ല കേട്ടോ. ഈ ADGP അജിത് കുമാറിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് അദ്ദേഹം ലോ ആൻഡ് ഓർഡറിൽ തുടരുന്നത്. അല്ലാതെ ഒരാൾക്ക് അങ്ങനെ തുടരാൻ കഴിയില്ല. ആ വിശ്വാസം എന്താണെന്ന് വിശദീകരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ വിശ്വാസത്തിൻ്റെ രാഷ്ട്രീയം ഒരു പ്രശ്നമായി വന്നിരിക്കുന്നു. കാരണം എന്താ, CPM ഇന്ന് വളരെ ശക്തമായി കേരള രാഷ്ട്രീയത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരു വാദം എന്താ, ഒരു ആരോപണം എന്താ, ഒരു അന്തർധാര BJP-യുമായി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലൊരു സീറ്റ് തൃശ്ശൂർ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അവർക്ക് EP ജയരാജനെ പോലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ലീഡറിനെ ജാവ്ദേക്കറുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചയുടെ ആരോപണമടക്കം മാറ്റി നിർത്തേണ്ടി വന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ CPM നേരിടുമ്പോൾ ഈ പ്രശ്നം ആ പാർട്ടി വിശദീകരിക്കണമെന്നാണ് പറയുന്നത്. മാത്രവുമല്ല, RSSനെ കുറിച്ച് CPM കേഡറുകൾ തന്നെ കണക്കാക്കുന്നത് CPM-ന് പ്രത്യയശാസ്ത്രപരമായി സന്ധി ചെയ്യാനാവാത്തൊരു പ്രസ്ഥാനമെന്നാണ്. അത് CPM ഭരിക്കുമ്പോൾ, ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ആ പാർട്ടിയിൽ ഏറ്റവും ശ്രദ്ധേയമായ പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ MD അല്ല, അദ്ദേഹം ഏതെങ്കിലും മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുന്ന ആളല്ല. ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന കീ പോസ്റ്റിന് ഭരണത്തിൻ്റെ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കൂ. അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ജയകുമാറെ കണ്ടതല്ല ഇവിടുത്തെ വിഷയം. വിജ്ഞാൻ ഭാരതിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജയകുമാറുമായി ക്ലാസ്മേറ്റ്സ് ആയി ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചാൽ ഇവിടെ ആരും ചർച്ച ചെയ്യില്ല. ഇത് ഞാനോ നമ്മളോ ഈ ചർച്ചയ്ക്ക് എടുക്കില്ല. കാര്യം എന്താ, അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ് ആയ ജയകുമാറുമായിട്ട് അദ്ദേഹത്തിന് എവിടെയും ചർച്ച ചെയ്യാം. ജയകുമാറിന് RSS വിശ്വസിക്കാം, വിജ്ഞാൻ ഭാരതിയിലും പ്രവർത്തിക്കാം. നോക്കൂ, പാറമേക്കാവ് ഈ വിദ്യാമന്ദിറിൽ ഈ 2 ദിവസം നടന്നത് എന്താ? RSSന്റെ ക്യാമ്പാണ്. RSSന്റെ ക്യാമ്പിന്റെ ഉദ്ദേശം എന്താ? അതൊരു രാഷ്ട്രീയ സാംസ്കാരിക സംഘടനയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. രാഷ്ട്രീയം എന്ന് പറയാനുള്ള കാരണം, അടുത്ത കാലം വരെ സാംസ്കാരികമായിരുന്ന സംഘടന, താങ്കൾക്കറിയാമല്ലോ, BJP-യുടെ സംഘടനാ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നവരിൽ ഭാഗം RSSന്റെ പ്രതിനിധികളില്ലേ? RSSന്റെ പ്രവർത്തകരല്ലേ BJP-യുടെ സംഘടനാ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന സെക്രട്ടറിമാരായിട്ട് പല സംസ്ഥാനങ്ങളിലും ഉള്ളത്? നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ആള് BJP-യിലേക്ക് നേതാക്കളെ പമ്പ് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സംഘടന എന്ന നിലയിലാണ്. അത് കേവലം താങ്കൾ സാംസ്കാരിക സംഘടന എന്ന് പറഞ്ഞതുകൊണ്ടല്ല. സാംസ്കാരിക സംഘടനയല്ല, അതൊരു രാഷ്ട്രീയ സാംസ്കാരിക സംഘടനയാണ്. അതിന്റെ പേര് തന്നെ നോക്കൂ, രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ സാംസ്കാരിക സംഘടനയാണ്. പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ആണത്. കൾച്ചറലാണ്, ഡെഫിനറ്റ്ലി കൾച്ചറലാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ കൾച്ചറലായിട്ടാണ് അവരതിനെ ഡിഫൈൻ ചെയ്തത്. ആ കൾച്ചറിനെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ഭാഗം. അങ്ങനെ ഒരു സംഘടനയുടെ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു ADGP പോകേണ്ടത് എന്താ? അങ്ങനെ ഒരു സംഘടനയുടെ ക്യാമ്പ് നടക്കുന്നയിടത്ത് ADGP പോയാൽ എന്താ? അതാണ് ചോദ്യം. എവിടെയാണ് ADGP RSSന്റെ ക്യാമ്പിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും ക്യാമ്പിൽ പങ്കെടുക്കാനല്ല പോയത്. ആ ക്യാമ്പിൽ അവിടെ വെച്ച് കൂടിക്കാഴ്ചയാണ് നടന്നത്, അല്ലാതെ ക്യാമ്പിൽ കേക്കൂ താങ്കൾ. ADGP ഈ പറയുന്ന ദത്താത്രേയെ കാണാൻ ക്യാമ്പിലേക്ക് പോവുകയും തിരിച്ച് അദ്ദേഹം വന്ന് RSS വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഒരു സംഘടന ഭരിക്കുന്ന, ആ സംഘടനയുടെ സർക്കാർ ഭരിക്കുന്ന ഒരു ഭരണത്തിന്റെ ഏറ്റവും കീ പോസ്റ്റിൽ ഇരിക്കുകയും ചെയ്താൽ റാം മാധവനെ കാണാൻ പോയി. തൃശ്ശൂരിൽ എത്ര നല്ല ചായ കിട്ടും? RSSന്റെ ക്യാമ്പിൽ പോയി ചായ കുടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തൊട്ട് താഴെ ADGP-യുടെ ഓഫീസിലിരിക്കുമ്പോഴാണ് പ്രശ്നം. ADGP-യുടെ ഓഫീസിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ ആരും പിൻവാതിലൂടെ കയറ്റി വിട്ടതല്ല. മുഖ്യമന്ത്രി പറഞ്ഞൊരു മറുപടി പറയട്ടെ. ഈ സംസ്ഥാനത്തെ DGP-യുടെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കല്ല അദ്ദേഹം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും, അതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതും രാഷ്ട്രീയക്കാരാണെങ്കിൽ അംഗീകരിക്കാം, അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് സെൻകുമാറിന്റെ കേസിൽ പറഞ്ഞത്. ഈ കാര്യത്തിൽ നിലപാടെടുത്താൽ മതി, പ്രശ്നം തീർന്നു. അത്രേ ഉള്ളൂ. ഈ കാര്യത്തിൽ എന്താ ചെയ്ത സാറേ? സെൻകുമാർ പുറത്തുപോയി രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുത്തില്ലേ? രാഷ്ട്രീയമായുള്ള സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയില്ലേ? MR അജിത് കുമാർ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഈ സംസ്ഥാനത്തെ DGP സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞ എന്തിനാ? ആ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്ക് ആ സർക്കാരിന്റേതായ സെൻകുമാർ ചെയ്തത് എന്താണ്? നോക്കൂ, സെൻകുമാർ ചെയ്തത് എന്താണ്? അതാണ് PV അൻവർ പുറത്ത് വലിച്ചിടുന്നതാണ്. ഈ സർക്കാരിനെ അവമതിപ്പുണ്ടാക്കിയ ഡിപ്പാർട്ട്മെന്റ് ഏതാ സുജയ? പറയൂ. ഈ സർക്കാരിന് അവമതിപ്പുണ്ടാക്കിയോ? മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് അല്ലേ ലോ ആൻഡ് ഓർഡർ? അത് നിയന്ത്രിച്ചിരുന്ന സർക്കാർ തന്നെയല്ലേ കസ്റ്റഡി മരണത്തിന് പേര്? 8 കസ്റ്റഡി മരണമാണ്. അതിനുശേഷം വന്ന കാലയളവിലും കസ്റ്റഡി മരണത്തിന് എണ്ണം കുറഞ്ഞില്ല. ഏറ്റുമുട്ടൽ കൊല, തെറ്റായ വിവരങ്ങൾ, ഓരോ സമരത്തിലും പ്രതിഷേധക്കാർക്ക് നേരെ ഉപയോഗിച്ച രീതി,
രാഹുൽ മാങ്കോട്ടത്തിൽ ഞാൻ ഇതിലൊന്നും വിയോജിക്കുന്നില്ല ഡോക്ടർ അരുൺ. നമ്മുടെ വിഷയം അതല്ലല്ലോ. ഇവിടെ വിഷയം അതല്ലല്ലോ. എങ്ങനെയാണ് നിങ്ങൾ ലോയൽ ആവുക? ഇവിടെ ഈ കൂടിക്കാഴ്ച വിശദീകരിക്കേണ്ടേ? സ്ലീപ്പർ സെൽ എന്ന് കേട്ടിട്ടുണ്ടോ താങ്കൾ? ഈ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നത് പൊതുസമൂഹത്തിൽ വിശദീകരിച്ചിട്ടല്ല, പകരം അവർ ക്രീപ്പ് ചെയ്താണ് കയറുന്നത്. എങ്ങനെയാണ്? ഭരണ സംവിധാനത്തിലേക്ക് ക്രീപ്പ് ചെയ്ത് കയറും. ഭരണ സംവിധാനത്തിലേക്ക് ക്രീപ്പ് ചെയ്ത് കയറിയതിനു ശേഷമാണ് അത് പ്രവർത്തിക്കുക. അത് പ്രവർത്തിച്ച് പുറത്തു വരുമ്പോൾ മാത്രമേ അറിയൂ. അതാണ് ഇവിടെ സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്നത്. ഒരു ADGP തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ആ സ്ഥലത്ത് അവിടെ ഉണ്ടായിരിക്കെ ഇത്തരം ഒരു കാര്യം നടക്കാൻ പാടുണ്ടോ? സിമ്പിൾ റീസൺ. അവിടെ ആ ക്രമക്കേടിന് കാരണമായിട്ടുള്ള ആളെ ഉടൻ തന്നെ ഏറ്റവും മുകളിലത്തെയുള്ള ആൾ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ഉത്തരവാദി. വകുപ്പിന്റെ തലവനാരാ? മുഖ്യമന്ത്രിയാണ് സാർ. ഡോക്ടർ അരുൺ, നമ്മൾ ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസ് ഉന്നയിക്കരുത് എന്നുള്ളത് അങ്ങയോടുള്ള എന്റെ റിക്വസ്റ്റ് ആണ്. എവിടെയാണ് അങ്കിത് അശോക്? തെളിയിക്കപ്പെടേണ്ട ഒരു അലിഗേഷൻ ഇടതുപക്ഷത്ത് നിന്ന് ഒരു MLA ഉന്നയിക്കുന്നു. ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടിയെ CPIയിലെ മുൻ മന്ത്രിയും CPIയിലെ സ്ഥാനാർത്ഥിയുമായി സുനിൽകുമാർ ഉന്നയിക്കുന്നു. ഇന്ന് ബിനോയ് വിശ്വം ഉന്നയിക്കുന്നു. അത് ഇടതുപക്ഷത്തിന്റെ ആവശ്യമാണ്. ഇടതുപക്ഷത്തെ ആളുകൾ ഒറ്റ നിമിഷം സാർ. തൃശ്ശൂരിലെ പൂരം കലങ്ങിയിട്ടില്ലെന്നും തൃശ്ശൂരിലെ പൂരവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരരുതെന്നും തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടില്ലെന്നും സ്ഥാപിക്കുന്ന ഒരേ ഒരു പാർട്ടി ഏത് പാർട്ടിയെന്നറിയോ? BJP. ആര് പറഞ്ഞു തൃശ്ശൂർ പൂരം കലക്കിയിട്ടില്ല എന്ന്? പൂരം കലങ്ങി എന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ. അവിടെ കലക്കിയത് ആരാ? പോലീസാണ്. പോലീസിന്റെ തലപ്പത്ത് ആരാണ് എന്നുള്ളത് രാഷ്ട്രീയ ഗൂഢാലോചന. കാണാൻ പോയത് RSSനെ കാണാൻ പോയത് ഈ രാഷ്ട്രീയ ഗൂഢാലോചന. എന്നാണ് ചോദ്യം. അത് മുഖ്യമന്ത്രി പറയട്ടെ. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ അങ്കിത് അശോകൻ തൃശ്ശൂർ SP ആയിരുന്നല്ലോ, കമ്മീഷണർ ആയിരുന്നു അല്ലേ? കമ്മീഷണറുടെ ആ സ്ഥലത്ത് അന്ന് ADGP അജിത് കുമാർ ഉണ്ടായിരുന്നല്ലോ. രാത്രിയിൽ ഇടപെട്ടില്ല. അതുകൊണ്ടാണ് ഈ പൂരം കലങ്ങിയ പ്രശ്നം ഉണ്ടായിരുന്ന AGP അജിത് കുമാർ ഇടപെട്ടില്ലല്ലോ. അപ്പോൾ അതിന് ഉത്തരവ് മുഖ്യമന്ത്രിയാണോ? ആ സെയിം സ്ഥലത്ത് ലോ ആൻഡ് ഓർഡറിന്റെ ചാർജിന് നോക്കിയിട്ടില്ല. ആ കാര്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യമാണ് പറയുന്നത്. കൂടിക്കാഴ്ചയെ കുറിച്ചാണ് ഞാൻ ആ പോയിന്റിൽ മാത്രമാണ്. റിപ്പോർട്ട് പുറത്തു വരട്ടെ. ഇതിനകത്ത് ഒറ്റ കാര്യമുള്ള കാര്യത്തിൽ അജിത് കുമാർ സാറിന് ഇപ്പോ അജിത് കുമാറിന്റെ വിശ്വാസം ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് മറ്റൊരു ഓഫീസറെ ഇടാൻ നമുക്ക് പറയാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? ഒറ്റ കാര്യമുള്ളൂ. ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടേ RSSും ഇവിടെ ഒരു കാര്യവും വിശദീകരിക്കേണ്ട, അജിത് കുമാറും ഒരു കാര്യവും വിശദീകരിക്കേണ്ട. അങ്ങനെ ഒരു ഡിമാൻഡ് എനിക്കില്ല, മറ്റ് പാനലിസ്റ്റുകൾക്കും എല്ലാം ഞാൻ വിചാരിക്കുന്നത്. ആർക്കില്ലല്ലോ. ADGP അജിത് കുമാറും ഈ കാര്യത്തിൽ വിശദീകരണം പറയേണ്ട, RSSും പറയേണ്ട, ഹൊസബോളയും പറയേണ്ട, മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാർ പറഞ്ഞാൽ മതി. ഇതേ ഉള്ളൂ, അല്ലാതെ ഇവരാരും പറയണ്ട കേട്ടോ. അങ്ങനെ ഡിമാൻഡ് ഇല്ല. അജിത് കുമാർ ചെയ്യുന്ന കാര്യത്തിന്റെ വിശദീകരണം കൊടുക്കേണ്ട പാർട്ടിയാണ്. അത്രേ ഉള്ളൂ. അതാണ് സാർ ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ വിശദീകരണമാണ് നമ്മൾ കേൾക്കാൻ. അതിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പറയുന്ന വലിയ രാഷ്ട്രീയ ആരോപണം ആ പ്രസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നു. അന്തർധാര എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദൻ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിക്കും കേരളത്തിലെ ജനങ്ങളോട് കുറഞ്ഞപക്ഷം അവരുടെ പാർട്ടിയിൽ വിശ്വസിച്ച ആ പാർട്ടിയുടെ കൊടിയേന്തുന്ന സഖാക്കളോട് ഇത് വിശദീകരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അവർ മറുപടി പറഞ്ഞാൽ മതി. അജിത് കുമാർ പറയേണ്ട, ഹൊസബോളയും പറയേണ്ട. 218 രക്തസാക്ഷികളുടെ കുടുംബത്തോട് ഇത് വിശദീകരിച്ചേ പറ്റൂ. വിശദീകരിക്കേണ്ടി വരുന്ന ബാധ്യതയുണ്ട് ഈ പാർട്ടിക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.